ദൗത്യം ഇന്നലെ രാത്രി മുഴുവൻ, ഇന്നലെ ഏതാണ്ട് 3-3.5 മണിക്കൂറോളം സംസ്ഥാനമുടനീളം പ്രാർത്ഥനയോടെ കാത്തിരുന്ന ഒന്നാണ്. വിവിധ സ്ഥലങ്ങൾ പിന്നിട്ട് ആംബുലൻസിൽ MC റോഡിലൂടെ തിരുവനന്തപുരത്ത് എത്തിച്ചപ്പോൾ രാത്രി 10:45 മണിയായി. കിംസിലേക്ക് എത്തിയപ്പോൾ രാത്രി 10:45 മണിയായി. ആലിൻ്റെ അവയവങ്ങൾ എന്നുള്ളതാണ്. 10 മാസം മാത്രം പ്രായമുള്ള കുരുന്നാണ്. ഇനി 4 പേർക്ക് പുതുജീവൻ നൽകുകയാണ് ആ കുരുന്നിൻ്റെ മാതാപിതാക്കളുടെ വലിയ ഒരു തീരുമാനം. 6 മാസം പ്രായമുള്ള കുഞ്ഞ് അത് കരൾ സ്വീകരിക്കുന്നു. കുഞ്ഞ് തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ അതിസങ്കീർണമായ ശസ്ത്രക്രിയ നടക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വൃക്ക 10 വയസ്സുള്ള കുട്ടിക്ക് നൽകാനാണ് ഇപ്പോൾ തീരുമാനം എടുത്തിരിക്കുന്നത്. 3.5 മണിക്കൂർ കൊണ്ടാണ് അവയവങ്ങൾ കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്തിച്ചത്. നേത്രപടലങ്ങൾ അമൃത ആശുപത്രിയിൽ ഉണ്ട്. അവിടെയും ഒരു ആൾക്ക് അത് പുതുജീവൻ നൽകും എന്നാണ് മനസ്സിലാക്കേണ്ടത്. സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായി ആലൻ ഷെറിൻ എബ്രഹാം മാറിയിരുന്നു. കരള്, 2 വൃക്ക, ഹൃദയവാൽവ്, 2 നേത്രപടലങ്ങൾ എന്നിവയാണ് മാതാപിതാക്കളുടെ വലിയ കാരുണ്യത്തിൽ 4 പേർക്കായി ലഭിക്കുക. ഫെബ്രുവരി 5-നാണ് ആലിൻ റോഡ് അപകടത്തിൽ മാതാപിതാക്കൾക്കൊപ്പം ആ കുരുന്ന് കാറിൽ സഞ്ചരിക്കുകയായിരുന്നു. മറ്റൊരു വാഹനം വന്ന് ഇടിച്ചു. തുടർന്ന് കുഞ്ഞ് അബോധാവസ്ഥയിലായി. ഏറ്റവും മികച്ച ചികിത്സ മാതാപിതാക്കൾ ആ കുഞ്ഞിന് നൽകി. ഏറ്റവും ഒടുവിൽ അമൃത ആശുപത്രിയിലായിരുന്നു ചികിത്സയിൽ. ഡോക്ടർമാർ തീവ്രമായ ശ്രമം നടത്തി കുഞ്ഞിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ. പക്ഷേ സാധിച്ചില്ല എന്ന ദുഃഖകരമായ കാര്യം അറിഞ്ഞ് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മാതാപിതാക്കൾ ഈ അവയവദാനത്തിന് സമ്മതിക്കുന്ന ഒരു പശ്ചാത്തലം ഒരുങ്ങുകയായിരുന്നു. മസ്തിഷ്ക മരണം സംഭവിക്കുകയായിരുന്നു ആലിന്. കോട്ടയത്ത് നിന്ന് തിരുവല്ലയിലേക്ക് MC റോഡ് വഴിയാണ് കാറിൽ യാത്ര ചെയ്യുന്നതിനിടയിലാണ് ഈ അപകടം ഉണ്ടായത്. പള്ളം ബോർമ കവല ജംഗ്ഷന് സമീപം എതിർദിശയിൽ നിന്ന് വന്ന കാറാണ് ഈ വാഹനത്തിലേക്ക് ഇടിച്ച് കയറിയത്. ഒടുവിൽ ഫെബ്രുവരി 13-ന് മസ്തിഷ്ക മരണം സംഭവിക്കുന്ന അതീവ ദുഃഖകരമായ സാഹചര്യം ഉണ്ടാവുകയായിരുന്നു. ഇത്തരത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, SIT എന്നീ സ്ഥലങ്ങളിലാണ് രോഗികൾ, ഈ ആളുകൾ ചികിത്സയിലുള്ളത്. രണ്ടാമത്തെ കുഞ്ഞ്, അതായത് SIT ആശുപത്രിയിലാണ് ചികിത്സയിലുള്ളത്. കുട്ടിയുടെ 2 വൃക്കകൾ SIT ആശുപത്രിയിൽ പീഡിയാട്രിക് നെഫ്രോളജി വാർഡിൽ ചികിത്സയിലുള്ള കുഞ്ഞിന് നൽകാനാണ് തീരുമാനം. കരൾ തിരുവനന്തപുരം, നേരത്തെ പറഞ്ഞ തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലേക്കും, ഹൃദയവാൽവ് തിരുവനന്തപുരം ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കും, 2 നേത്രപഠനങ്ങൾ അമൃത ആശുപത്രിയിലേക്കുമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. ആലിൻ്റെ സംസ്കാരം നാളെ വൈകിട്ട് അവളുടെ ജന്മനാട്ടിൽ നടക്കും. എത്രത്തോളം പ്രയാസപ്പെട്ടാണ് ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥർ, ഡോക്ടർമാരടക്കം പ്രയാസപ്പെട്ട് അതീവ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്താണ് ഇന്നലെ 3.25 മണിക്കൂർ കൊണ്ട് ഇവിടെ എത്തിച്ചത്. പൊതുജനങ്ങളും വലിയ ജാഗ്രതയിലായിരുന്നു. മാധ്യമങ്ങളിലൂടെയുള്ള പ്രചാരണം, ആംബുലൻസ് നമ്പറടക്കം ഇന്നലെ പൊതുജനങ്ങൾക്ക് അവബോധമായി നൽകിയിരുന്നു. തുടർന്ന് ആളുകളൊക്കെ വാഹനങ്ങളൊക്കെ ഒതുക്കി, വാഹന ഗതാഗതം തടസ്സപ്പെടുത്താതെ എല്ലാവരും ആത്മാർത്ഥമായി സഹകരിച്ചു. തുടർന്ന് 3.25 മണിക്കൂർ കൊണ്ട് ഈ ശരീരഭാഗങ്ങൾ വിവിധ ആശുപത്രികളിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇനി ഈ ശസ്ത്രക്രിയ നടത്തുന്ന ആളുകളുടെ അതിൻ്റെ വിജയത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ആ കുഞ്ഞ് ഇനി 4 പേരിൽ കൂടിയാകും ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ഏതായാലും ആലിൻ വലിയൊരു മാതൃകയായി, ആലിൻ്റെ മാതാപിതാക്കൾ വലിയൊരു മാതൃകയായി നമ്മുടെ സമൂഹത്തിന് മുന്നിൽ നിൽക്കുകയാണ്. ഇതുപോലെയുള്ള ദൗത്യങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടോ? പക്ഷേങ്കിലും കൊണ്ടുവരുന്ന ഒരു കുഞ്ഞിന്റെ ഒരു അതൊരു ഇത് തന്നെയാണ്. കുറച്ച് ബ്ലോക്ക് കിട്ടിയായിരുന്നു. എല്ലായിടത്തും, എല്ലാ ജംഗ്ഷനിലും ജനങ്ങളും സപ്പോർട്ടായിരുന്നു. വഴിയൊരുക്കിച്ചാലും നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് തന്നെ എന്റെ ജീവൻ അല്ലേ. അപ്പൊ നമ്മൾ വേറെ ഒന്നും ചിന്തിച്ചില്ല. അത് ഒന്നും പറ്റാണ്ട് കൂടെ എത്തട്ടെ എന്നൊരു ദൈവത്തിന്റെ അമ്മയുടെ ഭാഗ്യം. എല്ലാ കാര്യത്തിനും സന്തോഷമുണ്ട്. എല്ലാവർക്കും നല്ല സഹകരണം ഉണ്ടായിരുന്നു.
ജനങ്ങളുടെയും പോലീസുകാരുടെയും എല്ലാ ജംഗ്ഷനും നല്ല ക്ലിയർ ആക്കി തന്നു. നല്ല സഹകരണമായിരുന്നു. ജനങ്ങളുടെ സഹകരണം പ്രത്യേകിച്ച് എടുത്തു പറയണം. പോലീസുകാർ എല്ലാ ജംഗ്ഷനിലും നല്ല രീതിക്ക് പോലീസുകാരും അതിനനുസരിച്ച് തടസ്സം സ്വാഭാവികമാണല്ലോ. റോഡിന്റെ പണി നടക്കുന്നു, പിന്നെ ജംഗ്ഷനുകൾ ഒരുപാടുണ്ട്. അപ്പൊ അതനുസരിച്ച് വെഞ്ഞാറമൂടൊക്കെ നല്ല രീതിക്ക് ആ റോഡിന്റെ ആ മോശാവസ്ഥ മാത്രമല്ല വ്യത്യസ്തമാണെന്ന് പറഞ്ഞാൽ ഇത് ഒരു കുഞ്ഞിന്റെ ആയതുകൊണ്ട് അത് സന്തോഷം. ചരിത്രത്തിന്റെ ഭാഗമായി രണ്ടുപേരും ആ കുഞ്ഞിനും ഇത് സ്വീകരിക്കുന്ന കുഞ്ഞിനും എല്ലാ നന്മകളും ആരോഗ്യത്തോടെ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരോടൊക്കെയാണ് ഇപ്പൊ നന്ദി പറയുന്നത്? വേഗത്തിന് നന്ദി പറയുന്നത് പോലീസുകാരോടും ജനങ്ങളോടും. ഇന്നലെ രാത്രി ഏതാണ്ട് 10:30 മണിക്ക് ശേഷമാണ് തിരുവനന്തപുരത്തേക്ക് കിംസ് ആശുപത്രിയിലും അതിനുശേഷം മെഡിക്കൽ കോളേജിലേക്കും മറ്റും കുഞ്ഞിൻ്റെ ശരീര ഭാഗങ്ങൾ എത്തിച്ചത് എന്നുള്ളതാണ്. അവയവങ്ങൾ എത്തിച്ചത്. തുടർന്ന് ഡോക്ടർമാർ, മെഡിക്കൽ ഉദ്യോഗസ്ഥരൊക്കെ ഏറെ ആത്മാർത്ഥമായി ഓരോ തലത്തിലും നിലനിന്നിരുന്നു എന്നുള്ളതാണ്. ജനങ്ങൾ സഹകരിച്ചു. ഇന്ന് വിവിധ ആശുപത്രികളിൽ സങ്കീർണമായ നിരവധി ശസ്ത്രക്രിയകൾ നടക്കും.